അതിവിശിഷ്ടമായ ഒരു പദ്ധതിയാണ് സർപ്പബലി എന്ന് പറയുന്നത്. സർപ്പദോഷമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാം. കാരണം പണ്ടൊക്കെ എല്ലാ തറവാടുകളിലും കാവുകളുണ്ടായിരുന്നു. പല കാവുകളിലും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവർക്കൊക്കെ സർപ്പദോഷമുണ്ട്. ഇപ്പോൾ ആര് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിയാലും പറയുന്ന ഒരു കാര്യം സർപ്പദോഷമാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഏറ്റവും മനോഹരമായ കേരളത്തിലെ അതിവിശിഷ്ടമായ ഒരു പദ്ധതിയാണ് സർപ്പബലി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫെബ്രുവരി 2 പ്രഥമയാണ് തിഥി, ആയില്യ നക്ഷത്രം, സർപ്പത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ്. രാവിലെ 6 മണി മുതൽ ബ്രഹ്മാവ്, മഹാലക്ഷ്മി, നാവാമുകുന്ദൻ, തളി ശിവൻ, തൃപ്പങ്ങോട്ടപ്പൻ ഇവർക്കുള്ള പൂജകൾ. ഈ ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സങ്കല്പങ്ങളും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സൽസന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ത്വക്ക് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറയുന്ന അസുഖങ്ങൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വിശിഷ്ടമായ പദ്ധതിയാണ് സർപ്പബലി എന്ന് പറയുന്നത്. എന്താണ് സർപ്പബലി? പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും പൂജിക്കുന്നതാണ് സർപ്പബലി. കേവലം ഒരു പാമ്പിനെ പൂജിക്കുന്നതല്ല. നമസ്തേ. മഹാമാഘ മഹോത്സവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായ ഇന്ന് ഫെബ്രുവരി 2 യജ്ഞശാലയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പൂജകളാണ് നടക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. അതിനായി നമ്മൾക്കൊപ്പം ചേരുന്നത് ശ്രീനാഥ് ജിയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. നമസ്തേ ജി. നമസ്കാരം. വളരെ ഭംഗിയായിട്ട് എല്ലാ പൂജകളും നടക്കുന്നു. പല ഭാഗത്തും ധാരാളം പേര് നേരിട്ട് പങ്കെടുക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പരിപാടിയുടെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും അവരൊക്കെ വഴിപാട് ബുക്ക് ചെയ്യാനും തുടങ്ങി. അപ്പോൾ വലിയ രീതിയിൽ ആൾക്കാർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർ അറിയുമ്പോൾ, അതിൻ്റെ പ്രാധാന്യം അറിയുമ്പോഴാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫെബ്രുവരി 2 ഫെബ്രുവരി മാസം 2 പ്രഥമയാണ് തിഥി, ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സർപ്പത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ്. രാവിലെ 6 മണി മുതൽ ബ്രഹ്മാവ്, മഹാലക്ഷ്മി, നാവാമുകുന്ദൻ, തളി ശിവൻ, തൃപ്പങ്ങോട്ടപ്പൻ ഇവർക്കുള്ള പൂജകൾ ചെയ്യുന്നത് അരീക്കര സുധീർ നമ്പൂരിപ്പാടാണ്. യാഗത്തിൻ്റെ പ്രധാന സംഘാടകനാണ്, സംയോജകനാണ്. ശബരിമലയൊക്കെ മേൽശാന്തിയായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഈ 3 ഇവിടെ പ്രത്യേക തന്നെ ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആ ത്രിമൂർത്തികൾക്കുള്ള പൂജയാണ്, വളരെ വിശേഷമായി ഉള്ള പൂജയാണ് നടക്കുന്നത്. ഈ ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സങ്കല്പങ്ങളും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് രാവിലെ നടക്കും. എല്ലാവർക്കും പങ്കെടുക്കാം. അതുപോലെ പങ്കെടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് വഴിപാടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വൈകുന്നേരം 7 മണി മുതൽ കുളപ്പുറത്ത് നീലകണ്ഠൻ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സർപ്പബലിയാണ്. അതിവിശിഷ്ടമായ ഒരു പദ്ധതിയാണ് സർപ്പബലി എന്ന് പറയുന്നത്. സർപ്പദോഷമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാം. കാരണം പണ്ടൊക്കെ എല്ലാ തറവാടുകളിലും കാവുകളുണ്ടായിരുന്നു. പല കാവുകളിലും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവർക്കൊക്കെ സർപ്പദോഷമുണ്ട്. ഇപ്പോൾ ആര് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിയാലും പറയുന്ന ഒരു കാര്യം സർപ്പദോഷമാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഏറ്റവും മനോഹരമായ കേരളത്തിലെ അതിവിശിഷ്ടമായ ഒരു പദ്ധതിയാണ് സർപ്പബലി എന്ന് പറയുന്നത്. സൽസന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ത്വക്ക് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറയുന്ന അസുഖങ്ങൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അതെ തലമുറകളെ കാക്കുന്നത്. സന്താനങ്ങളാണല്ലോ തലമുറ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല സന്താനങ്ങൾ, ഇപ്പോൾ സന്താനം ഉണ്ടായാൽ പോരാ, സൽസന്താനങ്ങൾ ഉണ്ടാവണ്ടേ. അതിനൊക്കെ വിശിഷ്ടമായ പദ്ധതിയാണ് സർപ്പബലി എന്ന് പറയുന്നത്. എന്താണ് സർപ്പബലി? സർപ്പബലി എന്ന് പറയുന്നത് വളരെ ഫിലോസഫിയുള്ള, അതായത് പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും പൂജിക്കുന്നതാണ് സർപ്പബലി. കേവലം ഒരു പാമ്പിനെ പൂജിക്കുന്നതല്ല. പലപ്പോഴും സരിധാതു എന്നാണ് സർപ്പം എന്നുള്ള വാക്കുണ്ടായത്. സരിധാതുവിന് സഞ്ചരിക്കുന്നത് എന്നർത്ഥം. ഇപ്പം നേരെ സഞ്ചരിക്കുന്നതല്ല, വേവ് രൂപത്തിൽ സഞ്ചരിക്കുന്നതിനൊക്കെ സർപ്പം എന്നാണ് വിളിക്കുക. പല പാമ്പ് നേരെയല്ല പോവുക, അതുകൊണ്ടാണ് പാമ്പിന് സർപ്പം എന്ന് പേര് വന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന പല വസ്തുക്കളുണ്ട്. അപ്പോൾ സർപ്പബലിയിലെ 1ാമത്തെ മന്ത്രം നമോ അസ്തു സർപ്പേഭ്യോ ഏകേച്ച പൃഥിവി മനു ഈ അന്തരീക്ഷേ ദിവി ദേവി സർപ്പേഭ്യോ നമ എന്നാണ്. അന്തരീക്ഷത്തിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, ആകാശത്തിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, ഭൂമിയിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, സൂര്യനിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം. ഇപ്പോൾ ഭൂമിയിലെ സർപ്പം പാമ്പാണെന്ന് കരുതുക. അന്തരീക്ഷത്തിലും ആകാശത്തിലും സൂര്യനിലൊക്കെ എങ്ങനെയാണ് പാമ്പുണ്ടാവുക, സർപ്പം ഉണ്ടാവുക? ഇപ്പോൾ സൂര്യരശ്മിയാണ് പറയുന്നത്. അധിപഗ്നി നാമാസി ബൃഹദീ തിക്തസ്യാസ്തേ ബൃഹസ്പതിരധിപതി ശിത്രോ രക്ഷിത യശ്ചാധിപതി യശ്ചഗോപ്ത്ര താഭ്യാം നമസ്തൗനോ മൃഡദാൻ ദയൻ ദിഷ്ണോ യശ്നോ ദിഷ്ടിതം പാഞ്ചംബെ ദധാമി എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. സൂര്യനോട് പറയാണ്, അങ്ങയുടെ 7 രശ്മിയിൽ ഒരു രശ്മി
ശീതളത്വമുള്ള തണുപ്പുള്ള രശ്മിയാണ്, അത് അമൃതരശ്മിയാണ്. ആ രശ്മി എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കട്ടെ, എനിക്ക് തൊലിക്ക് പുറത്തുണ്ടാവുന്ന എല്ലാ അസുഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചാലും. അതായത് വൈറ്റമിൻ ഡിൻ്റെ കുറവ് കൊണ്ടാണ് തൊലിക്ക് അസുഖം ഉണ്ടാവുന്നത്. മോഡേൺ സയൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ അനാദികാലം മുന്നേ നമ്മളെ ആചാര്യന്മാർ പറഞ്ഞു, സൂര്യരശ്മി വേണ്ടതുപോലെ ശരീരത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തൊലിക്ക് പുറത്ത് അസുഖം ഉണ്ടാവും. അപ്പോൾ ആ സൂര്യനെ നമസ്കരിക്കുക. അതുപോലെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നത് തരംഗ രൂപത്തിലാണ്. അപ്പം എനർജി സർപ്പാണ്, സൗണ്ട് വേവ്സ്, ഊർജം. നമ്മളിപ്പോൾ ഒരാളെ ECG എടുക്കുകയാണെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പോകുന്നതാണ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അതായത് ഊർജമാണ്, ശക്തിയാണ് തരംഗം, സർപ്പം. അതില്ലാത്തത് അസ്പന്ദമാണ്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലുള്ള ഊർജത്തെയും എല്ലാ ദിക്കിലുള്ള ഊർജത്തെയും പൂജിക്കുന്ന, ഒരു പക്ഷേ പ്രപഞ്ചത്തിലെ സർവ്വശക്തികളെയും പൂജിച്ച് ആ ഊർജം എൻ്റെ ഉള്ളിൽ കറക്റ്റ് ചെയ്യപ്പെടട്ടെ. ഏതൊക്കെയോ ഊർജ്ജം നമ്മുടെ ഉള്ളിൽ കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, കുട്ടികളില്ലാതിരിക്കുന്നത്, ഒക്കെ ഇംബാലൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ പ്രകൃതിക്ക് എതിരെ മരം മുറിക്കുന്നതും കാട് വെട്ടുന്നതും ഒക്കെ സർപ്പശാപാണ്. പ്രകൃതിയാണ് സർപ്പം. അപ്പോൾ പ്രകൃതി ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ആ തരത്തിലുള്ള പ്രകൃതിയോടൊപ്പം ഇപ്പം നമ്മൾ കുറേ മരം മുറിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രകൃതിക്ക് ദോഷമാണ്. അപ്പം അതേപോലെ അതിനെന്ത് ചെയ്യണം, കുറേ മരങ്ങൾ നടണം, കാവുകൾ സംരക്ഷിക്കണം. അപ്പം അതുകൊണ്ടാണ് കാവ് സർപ്പം തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇത് ഏത് തരത്തിൽ ഇപ്പം നമ്മൾക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്, രോഗം എന്ന് പറഞ്ഞാൽ ജലദോഷം പനിയല്ല, മാറാ രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഉണ്ടാകുന്നത്, കുട്ടികളില്ലാതാവുന്നത്, നാഡീ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്, കണ്ണിന് കാഴ്ച കുറയുന്നത്, തൊലിക്ക് പുറത്ത് അസുഖങ്ങൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ സർപ്പശാപം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സർപ്പം ശപിച്ചുകൊണ്ടല്ല, പ്രകൃതിക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ഊർജ്ജം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ആ ഒരു ബാലൻസിനെ കറക്റ്റ് ചെയ്യുന്ന അതിവിശേഷമായ ക്രിയയാണ് സർപ്പബലി എന്ന് പറയുന്നത്. വളരെ വിരളമായി നടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള അതിവിശേഷമായൊരു പദ്ധതിയാണ്. അപ്പം അതിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അപ്പം അതിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് അയലി നക്ഷത്രമാണ്, സർപ്പ ദേവതകൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. എല്ലാ തരത്തിലുള്ള നമ്മളെ നാഡീചരമ്പുകളൊക്കെ സർപ്പം തന്നെയാണ്. അതിനൊക്കെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ആയതുകൊണ്ടാണ് ബലി എന്ന് പേര് വന്നത്. അപ്പം അതിനെല്ലാവരും പങ്കെടുക്കുക. ആർക്കെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവുക, അതിൻ്റെ വഴിപാടുകൾ ബുക്ക് ചെയ്തിട്ടൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ന് പ്രധാന വേദിയിൽ എന്തൊക്കെയാണ് പരിപാടികളുള്ളത്? അങ്ങനെ പ്രധാന വേദി, രണ്ടും പ്രധാന വേദിയാണ്. യാഗശാലയും പ്രധാന വേദിയാണ്, ഇവിടെയും പ്രധാന വേദിയാണ്. നമുക്ക് കുറച്ചുകൂടി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സ്റ്റേജ് എന്ന് പറയാം. അവിടെ നടക്കുന്ന പരിപാടികൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ അവിടെ നാദലയം ഭജന നടക്കുന്നുണ്ട്. അതുപോലെ തിരുവാതിര നടക്കുന്നുണ്ട്, സോപാന സംഗീതം നടക്കുന്നുണ്ട്, സോപാന നൃത്തം വളരെ വിശേഷം. കൃഷ്ണാനന്ദ തീർത്ഥപാദർ നടത്തുന്ന സോപാന നൃത്തം, അത് വളരെ വിശേഷമായി ഒരു പക്ഷേ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് സോപാന നൃത്തം എന്ന് പറയുന്നത്. അത് കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ എന്ന് പറയുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതറിയൂ. അത് വളരെ നല്ലൊരു കാഴ്ചയായിരിക്കും. അത് നടക്കുന്നുണ്ട്. സോപാന സംഗീതാർച്ചന, ഞരളത്ത് ഹരിഗോവിന്ദൻ്റെ സംഗീതാർച്ചന ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഭജൻസ് നടക്കുന്നുണ്ട് രാത്രി 10:30 വരെ. ഇത്രയും കരകാട്ടം, വിളക്കാട്ടം, കരകാട്ടം 9:30 മുതൽ 10 മണി വരെ. ഇത്രയും പരിപാടികളാണ് സ്റ്റേജിൽ നടക്കുന്നത്. അത് കൂടാതെ ധാരാളം പരിപാടികൾ ലിസ്റ്റിലില്ലാത്തതോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പുകൾ വന്ന അവരെ ഭജനകൾ, യാഗശാലയിൽ തന്നെ ഓരോ ഗ്രൂപ്പുകൾ വന്ന ഭജനകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ ധാരാളം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്നാനവും അതുപോലെ തന്നെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. നമസ്കാരം. നമസ്തേ.